തീയതി ഷാർജയിലെ അൽനഹദയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. ഇക്കാര്യം ആവശ്യപ്പെട്ട് വിഭജികയുടെ അമ്മ ശൈലജ രാവിലെ കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഇതിന്റെ കൂടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ സുരേഷ്. മോദി ഈ മാസം 8-ാം തീയതി ജൂലൈ 8-നാണ് ഈ പറയുന്നത് പോലെ തന്നെ വിഭജികയും കുഞ്ഞു വൈഭവിയും മരിക്കുന്നത്. ഷാർജയിലെ തന്നെ അൽനഹദ ഫ്ളാറ്റിൽ അന്ന് രാത്രിയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഭർത്താവ് നിതീഷിനെതിരെ ആത്മഹത്യാ കുറിപ്പ് അടക്കം എഴുതി വെച്ചതിന് ശേഷമായിരുന്നു ആ മരണം. അതിനുശേഷം ആ കുഞ്ഞിന്റെ വൈഭവിയുടെ മൃതദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച ഷാർജയിൽ സംസ്കരിച്ചു. ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കമൊക്കെ, രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ നിന്നും ശൈലജ ഇവിടെ എത്തിയത്. അമ്മ, വിഭജികയുടെ അമ്മ, അതോടൊപ്പം തന്നെ സഹോദരനുമുണ്ട്, കാനഡയിൽ ഉണ്ടായിരുന്ന വിനോദം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നത്. പക്ഷേ അന്നും കോടതിയുടെ മുന്നിൽ കൊലപാതകം എന്നുള്ള ഒരു ആരോപണം വരികയും അവസാനം ഈ കുടുംബം തന്നെ, വിഭജികയുടെ കുടുംബം തന്നെ പറഞ്ഞു, മരണത്തിൽ ഞങ്ങൾക്ക് അസ്വാഭാവികത തോന്നുന്നില്ല, അത് ആത്മഹത്യ തന്നെയാണെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു, ഇനി മൃതദേഹം വിട്ടുകിട്ടണം, കൊണ്ടുപോകണം എന്നുള്ള വിധത്തിലായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ ഭർത്താവ് നിതീഷ് ഉറച്ചു നിൽക്കുകയും അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബായിലെ ജബലലിയിലാണ് വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസമായതിനു ശേഷം ഇന്നാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ നൽകിയത്. കണ്ണൻ നായർ കൂടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ നായർ, വിഭജികയുടെ ഭൗതികദേഹം ഇന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നത്തേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയുമായിരിക്കും? തുടർന്ന് നാട്ടിലെ ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് കണ്ണൻ? ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ വിഭജിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നാട്ടിലെ ബന്ധുക്കൾ പറയുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് സുരേഷ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഷാർജയിൽ 8 മണിക്ക് കോൺസുലേറ്റുമായി അവിടുത്തെ ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ട്. കാര്യം അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ ആയിരിക്കും അവിടെ നിന്ന് ലഭിക്കുക. അതിനുശേഷം എംബാം ചെയ്ത ശേഷം മൃതദേഹം നേരെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അല്ലാത്ത പക്ഷം നാളെ രാവിലെ ആ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും മൃതദേഹം മാറ്റുക. കാര്യം ഈ റീപോസ്റ്റ്മോർട്ടം, വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത് കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു. റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് അന്വേഷണ ചുമതല ശാസ്താംകോട്ട് ഡിവൈഎസ്പി തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുണ്ട്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഡിവൈഎസ്പി തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് ഈ കേസ് വിദേശത്ത് നടന്നതായതുകൊണ്ട് തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോ ജില്ലാ ക്രൈംബ്രാഞ്ചിനോ കേസ് കൈമാറാനാണ് നിലവിൽ ആലോചിക്കുന്നത്. നാളെ മൃതദേഹം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ ആ സംസ്കാരത്തിലേക്ക് പോകാനാണ് കുടുംബം ആലോചിക്കുന്നത്.